പറയാം. മഹാനായ കാന്തപുരത്തിന് ഗുജറാത്ത് അറിയാം, ആ ഗുജറാത്തിലെ കലാപം അറിയാം. ആ കലാപാനന്തര ഗുജറാത്തിൽ തീത്തുന്ന ഉമ്മമാരുടെ വേദനയ്ക്ക് പരിഹാരം കൊടുക്കാൻ പ്രായോഗികമായൊരു പദ്ധതി പണ്ഡിത പ്ലാറ്റ്ഫോമിൽ നിന്ന് സമർപ്പിച്ച ഒരു പണ്ഡിതനുണ്ടെങ്കിൽ അത് സുൽത്താനുൽ ഉലമ കാന്തപുരം എത്തിയ അബൂബക്കർ മുസ്ലിയാരാണ്. അന്ന് വേദന തിന്നുന്ന ഉമ്മമാരുടെ മുന്നിലേക്ക് സമാധാനത്തിന്റെ ദൂതുമായി കടന്നു ചെന്ന സുൽത്താനുൽ ഉലമ അന്ന് മുഖ്യമന്ത്രി ആയിരുന്ന നരേന്ദ്രമോദിയുടെ ഓഫീസിൽ ചെന്നുകൊണ്ട് പറഞ്ഞത്, മോഡി, ആ തെരുവിലുള്ളത് ഈ സമുദായത്തിലെ ഉമ്മമാരാണ്, അവരുടെ കയ്യിലുള്ളത് ഈ സമുദായത്തിലെ കൈക്കുഞ്ഞുങ്ങളാണ്. രാജ്യവിരുദ്ധ ഭീകരവാദികൾ നാണയത്തൊട്ട് കൊടുത്ത കുഞ്ഞുമക്കളെ റാഞ്ചിയെടുത്താൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഈ രാജ്യത്തിന്റെ സുപ്രധാന തെരുവുകളിൽ ചാവേറായി ചത്തൊടുങ്ങുന്ന മുസ്ലിം നാമധാരികളായി അവർ മാറുന്നതാണ്. അതുകൊണ്ട് ആ മക്കളെ എനിക്ക് ഏറ്റെടുക്കണോ, ഇവിടെ വിദ്യാഭ്യാസമുണ്ടാക്കണോ, അവർക്കറിവും അന്നവും ആഹാരവും കൊടുത്തവരെ പ്രബുദ്ധരാക്കണോ, അതിന് കലാലയങ്ങൾ ഉണ്ടാക്കാനുള്ള പെർമിഷൻ എനിക്ക് വേണമെന്ന് പറഞ്ഞ് ആ ഗുജറാത്തിലെ കലാപാനന്തര മുസ്ലിമീങ്ങളിലെ കുരുന്നുമക്കള് അറിവും അന്നവും നുകരുന്ന ഒരു കേന്ദ്രങ്ങളും ഗുജറാത്തിലുണ്ടെങ്കിൽ അത് കാന്തപുരം ഉസ്താദിന്റെ കേന്ദ്രങ്ങളാ. ഈ പറയുന്ന ആളുകൾക്ക് ഗുജറാത്ത് ഇന്ത്യന്റെ അകത്തോ പുറത്തോ എന്നുള്ള വിവരമല്ല എന്നുള്ള വിവരം ഞങ്ങൾക്കുണ്ട്. സുഹൃത്തുക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണോ, നമുക്കറിയാം ഗുജറാത്ത് കലാപത്തിന്റെ ഭീതിതമായ രംഗമായിരുന്നു പശ്ചിമ ബംഗാൾ ഗവൺമെന്റ് ഏറ്റെടുത്ത കുത്തുബുദ്ദീൻ അൻസാരി എന്ന വർഗീയവാദികളുടെ മുന്നിൽ കൈകൂപ്പി നിൽക്കുന്ന കുത്തുബുദ്ദീൻ അൻസാരിയുടെ ചിത്രമുണ്ട്. എന്നാൽ ഗുജറാത്ത് കലാപത്തിന്റെ ഇര കേവലം ഒരു കുത്തുബുദ്ദീൻ അൻസാരി മാത്രമല്ല, അങ്ങനെയുള്ള നൂറുകണക്കിന് കുത്തുബുദ്ദീന്മാരുണ്ട്. അവരൊന്നും പശ്ചിമ ബംഗാളിലേക്ക് ഹിജ്റ പോകാതിരുന്നത് കാരന്തൂർ മർക്കസിന്റെ കേന്ദ്രങ്ങൾ കാന്തപുരം ഉസ്താദ് ഗുജറാത്തിൽ പടുത്തുയർത്തിയതുകൊണ്ടാണ്. അരിയും തന്ന ആശാരിച്ചിയെയും കടിച്ച് ഡാഷ് വീണ്ടും മുന്നോട്ടു പോകുന്നു എന്ന വൃത്തികേടാണ് ഈ മൗലവിമാരൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ഒരു കാര്യം നിങ്ങൾ അറിയുമോ, ഉസ്താദ് ഫാസിസ്റ്റുകൾക്ക് ഇടപെട്ടതുപോലെ, ഫാസിസ്റ്റുകൾക്കെതിരെ ഇടപെട്ടതുപോലെ ആരാണ് ഇവിടെ ഇടപെട്ടിട്ടുള്ളത്? കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ ടൈമില് ഇന്ത്യയിലാകെ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യം ഇന്ത്യയിൽ നിന്ന് മുസ്ലിമീങ്ങൾ നാടുവിടണമെന്നാണ്. അതിന് നേതൃത്വം കൊടുത്ത ഫാസിസ്റ്റുകളുടെ നാട്ടിൽ ചെന്നുകൊണ്ട് മഹാനായ കാന്തപുരം ഉസ്താദ് നടത്തിയ വിശാലമായ സമ്മേളനം, ചരിത്രപ്രസിദ്ധമായ അഹമ്മദാബാദിന്റെ നെറുകയിൽ ആയിരങ്ങളെ വിളിച്ചുകൂട്ടി ഇന്ത്യൻ മുസ്ലിമീങ്ങളോട് നാടുവിടാൻ പറയുന്ന വർഗീയവാദികളോട് കാന്തപുരം പറഞ്ഞ വാചകം, ഹിന്ദുസ്ഥാൻ ഹമാരാ വതൻ ഹേ, ഇന്ത്യ ഞങ്ങളെ നാടാണ്, ഞങ്ങൾ ഇവിടം വിടുന്നവരല്ല, ഞങ്ങൾ ഇവിടെ ഇന്ത്യക്കാരായി മരിക്കുന്നവരാണെന്ന് വിളിച്ചു പറയാൻ ആണായി പറന്നൊരു ആലിമേ ഈ രാജ്യത്തുണ്ടായിട്ടുള്ളൂ. അത് സുൽത്താനുൽ ഉലമ കാന്തപുരം എത്തിയ അബൂബക്കർ മുസ്ലിയാരാണ്. ഉസ്താദിന്റെ കരുത്തുറ്റ വാക്കുകൾ, മലപ്പുറത്തെ പള്ളിയിൽ ഗാനത്തിന് വന്നപ്പോഴുള്ള കൗമല്ല, ഗുജറാത്തിലെ AP സുന്യാള മനുഷ്യന്മാരെ. അത് ഞങ്ങൾക്ക് അവിടെ ഒരു ഡിവിഷനിൽ ഒരാളെ ജയിപ്പിക്കാൻ കഴിയും, നിങ്ങൾക്ക് കരുവാരക്കുണ്ട് വരെ കഴിയണില്ല. नारे तकबीर, नारे रिसालत, बुद्धन जैन और जो बाकी है सबका वतन है इंडिया. ये वतन इनका पाबंदी रखना, हिफाजत रखना, ये हमारी जिम्मा है. वो जिम्मेदारी हम हाथ में रखकर आपस में लड़ने के बगैर, आपस में जुल मिलकर ये इंडिया क्या तरक्की के लिए काम करना और मुसलमान के अकीदा. സുഹൃത്തുക്കളെ, ഇത് രാമന്തലിന്റെ കൊണ്ടോട്ടിയിലെ മലയാളമല്ല, ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ മുഖ്യധാരാ ഭാഷയിലാ ഞങ്ങളെ മൂല്യാര് വയലറിയണേ അല്ലേ? ഞങ്ങളെ ഉസ്താദിനെ നിങ്ങൾ ചീത്ത പറയണ്ട, ഉസ്താദ് വീട്ടിലിരുന്നോളാം, ഉസ്താദ് ചെയ്യുന്ന പണിയൊക്കെ നിങ്ങൾ ചെയ്താൽ മതി, അതിനൊരു മൂല്യാരങ്ങൾ തന്നാ മതി. ഞങ്ങൾ